വർണ്ണപ്പകിട്ടാർന്ന പട്ട് സാരികൾ, പട്ട് തുണിത്തരങ്ങൾ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണത്. അത് ഇഷ്ടമില്ലാത്ത ആരുമില്ല. അണിയുന്നവർ കുറച്ച് പേരുണ്ട്, അണിയാത്തവരുണ്ട്. കാരണം അതാണ് അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ വില, അതിൻ്റെ ഗുണം. അപ്പോൾ എന്തൊക്കെ ആയിട്ടാണെങ്കിലും വയനാട്ടിലെ പട്ടുസാരികൾ നിർമ്മിക്കുന്ന, പട്ടുവസ്ത്രം നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിലേക്കാണ്, സ്റ്റാർട്ടിംഗ് യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതാ ആ കാണുന്നതാണ് ഇതിൻ്റെ മേഖല. ഇത് ഫസ്റ്റ് ഷെഡ്. ഇതിൻ്റെ അപ്പുറം കാണുന്നത് അവരുടെ തറവാട് വീട്. അപ്പോൾ മൾബറിയുടെ മനോഹരമായ ഇലകൾ ഇട്ടോ, തളിർ ഇലകൾ. ഈ ഇലകളാണ് നമ്മൾ പട്ടുനൂൽ പുഴുക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും അറിയാത്തവർക്കായിട്ടോ എന്നാണ് ഇത് വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇത് നിരന്നങ്ങനെ ഈ പ്രദേശം മൊത്തം ഇങ്ങനെ തളിർ ഇലകളുണ്ട്. ഇതിൽ മെയിനായിട്ട് ചാണകം അതുപോലുള്ള ജൈവ വളങ്ങളാണ് ഇടാറ്. അതേ പുഴുക്കൾക്ക് പറ്റുള്ളൂ, അതല്ലെങ്കിൽ പുഴുക്കൾ ചത്തുപോകും. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഇതേപോലെ നിരത്തി നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കവാത്തിരിക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്താണ് ഇത് പുഴുക്കൾക്കായി കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഇലയുടെ തണ്ടാണ്. തണ്ടും ഇലയും അടക്കാണ് രണ്ടാം ഘട്ടം കൊടുക്കുക. നമ്മളിപ്പോ 26 ദിവസം വളർത്തിയതിന്റെ ഫലം ഉള്ളത് കാണാൻ പോലെ. അപ്പൊ നമ്മള് ജേട്ടന്റെ കൊക്കൂൺ ഷെഡിലേക്ക് പോവാണ് കേട്ടോ. 28 ദിവസമായ 26 ദിവസം വളർത്തിയതിന്റെ ഫലമാണ് ഇപ്പൊ ഞങ്ങൾ ഫലം കാണാൻ പോവാണ്. അപ്പൊ ഇത് കുറച്ച് വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വൃത്തി വേണം. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അങ്ങനെ ആരും അധികം ആളുകൾ കയറാൻ പാടില്ല. അങ്ങനെയൊക്കെ ഈ പുഴുക്കൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് ചെറിയ സ്റ്റേജിൽ. ഇപ്പൊ കുറച്ച് കവറിങ് ആയതുകൊണ്ട് നമുക്ക് കൂടായിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റേജ് ആയി. ഇനി അവർക്ക് അസുഖം. അപ്പൊ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരാളെ കണ്ണൂർ വരി. ഇത് ഞങ്ങളെ ഗണ്ഡ്യണനാണ്, ഞങ്ങളെ കർണാടക ശ്രീകണ്ഠൻ. അപ്പോ മൂപ്പര് എന്റെ ഒക്കെ ചെറുപ്പം പോലെ ഞങ്ങളെ വീട്ടിൽ തന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ്. ഇപ്പൊ ഈ ഇതിന്റെ പണിയൊക്കെ മൂപ്പരാണ് ചെയ്യുന്നത്. ഞങ്ങള് മൂപ്പരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഷെഡ് തുറന്നിട്ട് നമുക്കത് ഒന്ന് കാണാം കേട്ടോ. ജസ്റ്റ് ഇനിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ നമ്മുടെ യൂണിറ്റ് ഷെഡിലെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവ സ്ഥലത്തേക്ക് ഞാൻ വരുന്നത്, കാണുന്നു. അപ്പോൾ ഇതിപ്പോ എത്ര ദിവസമായി എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് 26 ദിവസം ആയ അവരെ കൊക്കൂണാണ് ഇത്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ അവര് ഇരിക്കുന്നുണ്ട്, പുഴുക്കൾ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളില്. ഇതിന്റെ ഉള്ളിൽ അവര് ഇരിക്കാണ്. ഇനി അവരെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം ആയി കഴിഞ്ഞാല് പൂമ്പാറ്റയായിട്ട് പാറിപ്പോവാണ്. പാറിപ്പോവും. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പുഴുക്കൊക്കെ കണ്ണോ അങ്ങനെ ഒന്നുമില്ല, ചിറകൊന്നുമില്ല, വെറും സാധാ പുഴു, കണ്ണില്ലാത്ത ഒരു പുഴുവാണ്. അപ്പം ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കണ്ണ് വരും, ചിറക് വരും, നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലമായിട്ട് വെള്ള പൂമ്പാറ്റ അല്ലേ? ഞാനിപ്പോ പറഞ്ഞല്ലേ ഇത് പൂമ്പാറ്റയായി പാറിപ്പോകുന്നു. അതിനെ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വിൽപ്പന നടക്കില്ല. ഇത് പൂമ്പാറ്റയായിട്ട് കറക്റ്റ് ഒരു റൗണ്ട് ആക്കിയിട്ടാണ് ഇവര് പുറത്തേക്ക് വന്ന് പാറിപ്പോവുക. എന്നിട്ട് ആൺപൂമ്പാറ്റയും പെൺപൂമ്പാറ്റയും ഇണ ചേർന്ന ഉടനെ ആൺപൂമ്പാറ്റ മരിക്കും, പെൺപൂമ്പാറ്റ മുട്ടയിട്ട് ഉടനെ. അപ്പോൾ ഇവരത് പൊട്ടിച്ച് പുറത്ത് വന്നിട്ടാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വിൽക്കാൻ കഴിയില്ല. ഈ സിൽക്ക് നൂലൊക്കെ മുറിഞ്ഞു പോകും. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി എടുക്കില്ല. അപ്പൊ അതിന് മുന്നേ നമ്മളിത് വിറ്റ് പൈസ ആക്കുക. ശരിക്കും നമ്മൾ ഈ പുഴുവനെ ഉപയോഗിക്കുകയാണ്. അവരെ അവസാന ജീവിതചക്രമാണ് അത്. നമ്മൾ മുതലെടുക്കാന്ന് മാത്രമാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഇത് കർണാടകത്തിലെ രാംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അവിടെ ഒന്നും കൂടി വില കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇപ്പൊ നമുക്ക് 2 വർഷമായിട്ട് മൈസൂർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വില കുറവാണെങ്കിലും കുഴപ്പമില്ല, പോക്കുവരവ് കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. ഇതേപോലുള്ള ഇങ്ങനത്തെ ഈ തട്ടുകളിലാണ് നമ്മൾ പേപ്പർ വിരിച്ചിട്ട്, അടി പ്ലാസ്റ്റിക് മടഞ്ഞതാണ്, പ്ലാസ്റ്റിക്കിന്റെ കയറും മടഞ്ഞതാണ്. അപ്പൊ അതിന്റെ മേലെ പേപ്പർ വിരിച്ചിട്ടാണ് നമ്മൾ ഈ പുഴുക്കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്താണ് വളർത്തുക. ഇത് അവര് തിന്നതിന്റെ വേസ്റ്റുകളാണ്. ഇത് കണ്ടില്ലേ, ഇവരിപ്പോ 1 ഏക്കറോളം ചപ്പ് തിന്നിട്ടുണ്ട്. അതിന്റെ വേസ്റ്റുകളാണ് ഈ കാണുന്നത്. അപ്പം അവര് കൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈമിൽ നമ്മൾ ഇതേപോലെയുള്ള ഈ നെട്രിക എന്ന് പറയുന്നത് ഇത് എടുത്തിട്ട് അവർക്ക് ആവശ്യത്തിന് തീറ്റയും കൊടുത്ത്, ഇതിനകത്ത് കുറച്ച് 1-2 പുഴുക്കൾ ഉണ്ട് കേട്ടോ. അവർ കള്ളന്മാരെ കൂട് കൂട്ടാത്ത ആളുകളാണ്. ഇവിടെ കണ്ടില്ലേ. അപ്പൊ കൂട് കൂട്ടാനാവുമ്പം അത് കള്ളന്മാരാണ്, അവർ കൂട് കൂട്ടില്ല. ചിലർ അങ്ങനെയൊക്കെ വരും. കൂട് കൂട്ടാനാവുമ്പോൾ നമ്മൾ ഈ നെട്രിക എന്ന് പറയുന്ന ഇത് എടുത്തിട്ട് അവരെ മേലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ചെയ്യാം. അപ്പൊ അവര് തീറ്റൊക്കെ തന്ന് കൂട് കൂട്ടുക. ഇതിൽ കറക്റ്റ് കയറും. ഈ നെട്രിക എന്ന് പറയുന്ന ഈ ഗ്യാപ്പിലാണ് ഇവർ കൂട് കൂട്ടുക. ഈ 2 ഗ്യാപ്പിൽ കൂട് ഇങ്ങനെ ഉണ്ട്. അതായത് ഇവിടെ കാണാം നിങ്ങൾക്ക് അല്ലേ. ഈ 2 ഗ്യാപ്പിൽ കറക്റ്റ് കൂട് കൂട്ടുക അവര്. അതെടുത്ത് 3 ദിവസം കഴിയുമ്പോഴേക്ക് ഇതൊക്കെ ഉണങ്ങി നമ്മളെ ശരിക്കും ഡ്രൈ ആയിട്ടുണ്ടാവും. ആ ഡ്രൈ എടുത്ത സാധനം ഇതിൻ്റെ അകത്ത് ചെറിയ കരട്, ചപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ നല്ല തൂവെള്ള കളറാക്കിയിട്ട് അവരെ കാഷ്ടാണിത്. ഇതൊക്കെ എടുത്ത് നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് മാർക്കറ്റിൽ ഇടുക. കാരണം ഇങ്ങനെ എടുക്കും.
നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, ആരെങ്കിലും പണിക്കാരൊക്കെ വിളിക്കേണ്ടി വരും. ഇതേപോലെ ഇത്രയും വൃത്തിയാക്കിയിട്ട് നമ്മൾ ഏറ്റവും വെള്ളക്കാണ് ഏറ്റവും ഡിമാൻഡ് കൂടുതൽ. അപ്പൊ നമ്മൾ ഒരു ചളിയും ഇല്ലാത്ത ഇതിപ്പോ ഏകദേശം ഇതില് പിന്നെ ഒരു പിന്നെ കൊക്കോണുള്ള എത്ര മീറ്റർ ഏകദേശം? ഒരു മീറ്റർ, 1 കിലോമീറ്ററിന്റെ മുകളിൽ ഒറ്റ നൂലാണിത്. അവരുടെ വായിന്ന് വരുന്ന ഒരൊറ്റ നൂലും കൊണ്ടാണ്, പൊട്ടാത്ത നൂലും കൊണ്ടാണ് അവരിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം 1 കിലോമീറ്ററിന്റെ മുകളിൽ തുടങ്ങി 3 കിലോമീറ്റർ വരെ ഇതിന്റെ നീളം. കർണാടക സിൽക്ക് ബോർഡിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ മുട്ട കൊണ്ടുവരുന്നത്. അവരോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുട്ട നമുക്ക് ആ പറഞ്ഞ ഇത്രാം തീയതി വരുന്ന മുട്ട വേണം എന്ന് പറഞ്ഞാൽ അതിനെ കണക്കാക്കി അവര് തരും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ലൊരു റൂമിൽ വെച്ചിട്ടാണ് ഇത് വിരിയിപ്പിച്ചെടുക്കുന്നത്. അതിന് ഇൻക്യുബേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഴുക് പേപ്പർ വെച്ച് ഇൻക്യുബേറ്റർ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഒരു 4 ചക്രം കൂടി ഉണ്ട്. 24 ദിവസം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആയി കിട്ടുക. ഒരു മുട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു DFL ആണ്. അതില് ഒരു മുട്ടയില് 360 മുതൽ 600 പുഴുക്കൾ വരെ ഉണ്ടാവും ഒരു മുട്ട നമ്മൾ പറയുന്നതിന്. അങ്ങനെ ഇതിപ്പോ 110 മുട്ടയാണ്. ഇത് ഇപ്പൊ ഈ ഷെഡ് കാണുന്ന, അപ്പൊ ഈ ഷെഡിൽ നമ്മളിപ്പോ ഇത്രയും വലിയൊരു ഷെഡിൽ ഇത്രത്തോളം കാണുന്ന 110 മുട്ടയാണ്. 110 മുട്ടയാണ്. അപ്പൊ നമുക്കത് തൂക്കം 110 കിലോ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് 110ന്റെ മേലെ കിട്ടലുണ്ട്. 100 മുട്ടയ്ക്ക് 100 കിലോ ആണ് നമ്മളെ കണക്ക്. അപ്പൊ ഞങ്ങൾക്ക് അത് 110, 115 വരെയൊക്കെ കിട്ടലുണ്ട്. അപ്പൊ നമ്മളിത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-2.5 ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു മോൾട്ടിങ് എന്ന് പറയുക. മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മള് ചേരൊക്കെ നമ്മള് പാമ്പുകളൊക്കെ പടം പൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഈ പുഴുവിനും പടം പൊഴിയും. അങ്ങനെ ഈ 4 പ്രാവശ്യം ഇവര് പടം പൊഴിയുന്നുണ്ട്. ഓരോ ദിവസം ഇടവിട്ട് അങ്ങനെ ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് 3ാമത്തെ മോൾട്ടിങ്, 4 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ മോൾട്ടിങ്, അങ്ങനെ 4 പ്രാവശ്യം പടം പൊഴിക്കുന്നുണ്ട്. ഇവര് വാലിൽ കുത്തിയിട്ട് തല മാത്രം മുകളിലേക്ക് പൊന്തി നിന്നിട്ട് ഉള്ള ഒരു പ്രക്രിയയാണത്. അവര് 24 ദിവസം മുതൽ 48 മണിക്കൂർ വരെ മോൾട്ടിങ് ടൈം ഉണ്ട്. ഓരോ 4 സ്റ്റേജിലും ഓരോ ടൈം വ്യത്യാസമുണ്ട്. ഓരോ ടൈമിലാണ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ മൂക്കിന്റെ ഇവിടുന്ന് പടം പൊഴിഞ്ഞ് പുത്തൻ എല്ലാം പൊഴിച്ച് കളഞ്ഞ് പുത്തൻ പുഴുവായിട്ടാണ് നമ്മൾ വരുന്നത്. 4ാമത്തെ മോൾട്ടിങ് കഴിഞ്ഞാൽ പിന്നെ മോൾട്ടിങ് ഇല്ല, പടം പൊഴിക്കലില്ല. പിന്നെ അവര് ഈ പരുവത്തിലാവാനുള്ള 6 ദിവസത്തെ തീറ്റ. ഈ 6 ദിവസം കൊണ്ടാണ് ഈ 1.5 ദിവസത്തെ 1.5 ഏക്കറിലെ ചപ്പ് ഇവര് തിന്നു തീർത്ത് വെറും 6 ദിവസം കൊണ്ട്. ഈ ഒരു ഷെഡില് 110 മുട്ട കേട്ടോ ഉള്ള പുഴുക്കള് 6 ദിവസം കൊണ്ട് 1.5 ഏക്കറിലെ മൾബറി തിന്നു തീർത്തു. പക്ഷെ എന്നാലും ലാഭമാണ്. പക്ഷെ നമുക്ക് അവസാനത്തെ ഈ 6 ദിവസമാണ്. ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ചെയ്യാം, ഒരാള് മതി, ചെറിയ കുറഞ്ഞ ടൈം മതി. പക്ഷെ ഈ അവസാനത്തെ 6 ദിവസം നമുക്ക് ഈ 1.5 ഏക്കറിലെ ചപ്പ് ഈ ഷെഡിൽ എത്തിക്കാൻ പണിക്കാർ ആവശ്യമുണ്ട്. നമുക്ക് ഒരിക്കലും സ്വന്തം ചെയ്യാൻ കഴിയില്ല. അപ്പൊ 2-3 ആള് നമ്മളെ കൂടെ വേണ്ടി വരും. അവരാണ് ഈ ചപ്പ് വെട്ടി, അതായത് നമ്മൾ ഈ റാക്കിന്റെ ഇവർക്ക് ഇവിടെ കൊടുത്ത് നമ്മൾ അങ്ങേ അറ്റത്തെത്തുമ്പോഴേക്കും ഇവിടെ ചപ്പ് തീർന്നിട്ടുണ്ടാവും, ഇവർ തിന്ന് തീർന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഷെഡ് കയറുക, ഏത് വെയിലത്തെ ഷെഡ് കയറിയ നമ്മൾ പെട്ടെന്ന് കരുതും മഴയാണ്. എന്താ വെച്ചാൽ ഇവര് തിന്നുന്ന ഒച്ച അതുപോലെ തിന്നും. അവരെ തീറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സംഭവം ഫുൾ പരാജയം. ഇതിപ്പോ തളിരാണെങ്കിൽ ഇത് തളിരാന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ അതിൽ 2ാമത്തെ ഇലയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. വിരിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് 2ാമത്തെ ഇല കൊടുക്കും. പിന്നെ അരിഞ്ഞ് നൈസായിട്ട് കൊടുക്കണം. അത്രയും കുഞ്ഞുങ്ങൾ അവര് ഇത് ഇല തിന്നില്ല, അതിന്റെ പാലാണ് കുടിക്കുന്നത്. അപ്പൊ ഇതിന്റെ തളിര് വളരെ നൈസായി അരിഞ്ഞിട്ട് വേണം ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കാൻ. അവര് ആ തളിര് അവര് തിന്നുന്നില്ല, അവരിങ്ങനെ ചുണ്ട് വെച്ചിട്ട് അതിന്റെ നീര് മാത്രമേ കുടിക്കുള്ളൂ ഫസ്റ്റ് സ്റ്റേജിൽ. 2ാമത്തെ സ്റ്റേജിലാണ് ബാക്കി ഓരോന്ന് ഈ ചെടീന്റെ താഴേക്ക് വരും. പിന്നെ 4ാമത്തെ സ്റ്റേജ് ആകുമ്പോ ഇതിന്റെ തല ഞങ്ങൾ മുറിച്ചു കൊടുക്കും. ഏറ്റവും അവസാനത്തെ ടൈം ആകുമ്പോഴേക്ക് ചെടീന്റെ അടി മുതൽ അടി മുറിച്ചു കൊടുക്കും. ഇപ്പൊ ഏകദേശം നമ്മൾ ഇതിൽ കൊടുത്തേക്കണ നമ്മൾ ഒരാളെ ഹൈറ്റിലില്ല ഇത് സംഭവം. അത് കംപ്ലീറ്റ് തിന്നു. ഒരാൾ ഹൈറ്റിലല്ല, ഒരു 1.5 ആൾ ഹൈറ്റിൽ വളച്ചു പിടിച്ച് വെട്ടുക ചെയ്യാം. അപ്പൊ ഈ 2-2.5 ഇഞ്ചിലെ പുഴുക്കളാട്ടത് എന്തായാലും ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കൊക്കോണില് പിന്നെ ഈ പറഞ്ഞ 1500-2000 മീറ്ററോളം നീളം അല്ലെ, നീളത്തിലുള്ള പിന്നെ പട്ടുനൂൽ, അതായത് ഒരു നൂല് പുഴുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു നൂല് വരുന്ന അത് കട്ട് ചെയ്യാതെ അങ്ങനെ നീണ്ടത്. അതാണ് ഇതിന്റെ ഇവര് കൊടുത്തയക്കുന്ന ഫാക്ടറിയിൽ. അതിന്റെ വേറെ കുറെ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ മാറ്റി
അങ്ങനെ ഇതിന്റെ പൊട്ടാത്ത ഒരു നൂലെടുത്തിട്ട് അവർ റോളായിട്ട് അങ്ങനെ ചുറ്റിയിട്ടാണ് ഈ പറയുന്ന ചെയ്യുന്നത്. കാഞ്ചീപുരം ബനാറസ് പോലെയുള്ള ഗംഭീരമായ പട്ടുകളൊക്കെ വരുന്നത് അല്ലേ. നമുക്ക് ഒരിക്കലും ഇത് കിട്ടില്ല, പുറത്തേക്ക് പോകുന്നതാണ്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. എന്തായാലും വയനാട്ടിലെ ഇങ്ങനെയുള്ള ഒരു ഷെഡിൽ നിന്നാണ് ഈ പറയുന്ന വലിയ വലിയ അല്ലെ. എനിക്ക് കാപ്പിയും കുരുമുളക് കൃഷിയായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അതിനുശേഷം എന്റെ കാപ്പി ആദ്യം കുറച്ച് വയലിൽ ചെയ്ത് അത് കുഴപ്പമില്ല, ചെറിയ രീതിയിൽ ഒരു 1/2 ഏക്കർ ചെയ്ത്. അപ്പൊ അത് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോ പിന്നെ എന്താക്കി, ഞാൻ ആദ്യം എന്റെ കാപ്പി അടി മുറിച്ചു. ഈ കാപ്പി കൃഷി അടി മുറിച്ചതിന് ശേഷമാണ് ഇതാക്കിയത്. എനിക്ക് ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന കാപ്പിയിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന വരുമാനം ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് നമ്മളെ ജയേട്ടൻ പറഞ്ഞത്. കാപ്പി കൃഷിയായിരുന്നു, കാപ്പിയിൽ ഒരു വർഷം കിട്ടുന്ന ലാഭം ജയേട്ടൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്ര നല്ല പരിപാലനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു മാസത്തിൽ കിട്ടുന്നുണ്ടാണ്. അപ്പൊ എന്തായാലും ഇത് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കൃഷിയിലേക്ക് അല്ലെ, ഈ ഒരു സംഭവത്തിലേക്ക് തിരിഞ്ഞാൽ നന്നാവും. ജയേട്ടൻ നമ്പർ കൊടുക്കുക, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മൂപ്പര് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഒരു 2 ഇഞ്ച് നീളമുള്ള പട്ടുനൂൽ പുഴാണ് കേട്ടോ. ഇതിപ്പോ ഇനി ഞാൻ ഇവിടെ വന്ന് മനസ്സിലാക്കിയത് എന്താ വെച്ചാല്, ഇത് ഇന്ന പോലെ തന്നെയാണ് മടിയൻ അല്ലേ. ഇത് മടിയനാട്ടോ. ഇത് കവറിങ് ഇതുപോലെ കവറിങ് ഒന്നുമില്ല, മൂപ്പര് അങ്ങനെ തിന്ന് നടക്കുകയാണ്. സെയിം എന്റെ ഒരു മെത്തേഡ് തന്നെയാണ്. ഒരുപാട് സാധ്യതയുള്ള ഈ ഒരു പട്ടുനൂൽ കൃഷി കേട്ടോ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, വയനാട്ടിൽ തന്നെ ഒരു കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നമുക്കിതിപ്പോൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഈ അഗ്രികൾച്ചർ. അപ്പൊ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട് ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും എന്തെങ്കിലും ധനസഹായോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനോട് പ്രോത്സാഹനമായോ എന്തെങ്കിലും. ആദ്യം ഒരു 15 വർഷം മുന്നേ സെറിഫെഡ് നമ്മളെ കേരളത്തിൽ നിലനിന്നിരുന്നു. പിന്നെ അത് സർക്കാർ എടുത്തുപോയി. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിന്റെ കീഴില് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ കീഴില് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. നമ്മളെ ഈ കാര്യങ്ങളും ഒക്കെ നോക്കാം. സലീം സാർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡായി, പുതുതായിട്ട് ആള് വന്നിട്ടില്ല ആ സ്ഥാനത്തേക്ക്. അപ്പൊ ഇത് ഏക്കർക്ക് ശരിക്കും നമ്മുടെ സർക്കാരിന് തരേണ്ടത് 4.5 ലക്ഷം രൂപയാണ്. ഒരു ഏക്കർക്ക് സബ്സിഡി ആയിട്ട്. തൈക്ക് മാത്രം 5 രൂപ ചെലവാണ്. അപ്പൊ ഏക്കർ സ്ഥലത്ത് 5000 തയ്യാ വേണ്ടത്. അപ്പൊ ഇതിന്റെ ചെലവും കാര്യങ്ങളും ഇതേപോലുള്ള ഷെഡ്, ഇതിന്റെ സെറ്റപ്പ്, നെട്രിക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേണം. എല്ലാം കൂടി നമ്മളിത് സെറ്റാക്കി കൃഷി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് 9 ലക്ഷം റുപ്യന്റെ മുകളില് ചെലവ് വരുന്നത്. ഇപ്പൊ എല്ലാ സാധനത്തിനും വില കൂടിയ ഇരുമ്പ് ഷീറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സർക്കാരിൽ നിന്ന് അവർ പറയുന്ന 4 ലക്ഷം സബ്സിഡി കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 2 ലക്ഷം റുപ്യാണ് സബ്സിഡി കിട്ടുന്നത്. ഈ 2 ലക്ഷം രൂപയ്ക്കൊന്നും ഒരിക്കലും ഇത് തീരില്ല. അപ്പൊ നമ്മൾ ഈ 9 ലക്ഷം തന്നെ കാണണം, എങ്കിലേ ഈ കൃഷി നമുക്ക് ഇതാക്കി ഒരു വിളവ് എടുക്കാൻ കഴിയുള്ളൂ. അത് ചെലവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസം മാസം എടുക്കാം. ഈ ചെടി ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 45 ദിവസം കൊണ്ട് അടുത്ത വെട്ടാം. അതാണ്. അപ്പോഴേക്കും 40 ദിവസം കൊണ്ട് അടുത്ത കുഞ്ഞുങ്ങളാക്കി. അപ്പൊ നമ്മൾ തോട്ടം 2ആയി തിരികെ ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് ഇത് വളർത്തി, എനിക്കിപ്പോ അവിടെ വേറെ ചപ്പുണ്ട്. അപ്പൊ അതിന് ഇത് എടുത്തു കൊണ്ടുപോയി ഷെഡ് മരുന്നടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. അപ്പൊ അതിനുള്ള ചപ്പ് വേറെ ഓൾറെഡി ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇപ്പം എടുത്ത ചെടി വളരും, അതിന് വളം ഇട്ട് കൊടുത്ത് ചാണകവും ഒക്കെയാണ് ഇടുന്നത്. നമ്മുടെ ജയേട്ടൻ ഒരുപാട് എന്താ പറയാ നന്മയുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യൻ. എന്തൊക്കെയാണെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥാലയത്തിൽ നിന്നും അല്ലേ മഞ്ജുവിന് ഒരു ജീവിതം നൽകി. മഞ്ജുവിന്റെ കൂടെ ഇപ്പൊ 2 മക്കളെ, നമ്മൾ 2 മക്കളല്ലേ? 2 മക്കളെ. എനിക്ക് ആദ്യം പോലെ സ്ത്രീധനത്തോട് ഭയങ്കര എതിർപ്പായിരുന്നു. സ്ത്രീന്റെ ഒരു സ്വത്ത് കിട്ടിയിട്ട് എനിക്ക് ജീവിക്കേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ഇപ്പോൾ വൈഫിന് ഒരു ലൈഫ് നൽകി, അപ്പൊ അത് അവിടെ വെച്ച് തീർന്നു, അത് വേറെ എന്തെങ്കിലും അതിനോടനുബന്ധമായിട്ട് ഉണ്ട്? അതായത് ഇവിടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ കാര്യങ്ങൾ ഞങ്ങള് ഇവിടെ നിർദ്ദേശപ്രകാരം തന്നെ ഇവർക്ക് അവിടെ ഭക്ഷണത്തിന് ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പലരും ദാനം ചെയ്ത ഭക്ഷണമാണ് എന്റെ വൈഫ് കുടിച്ച് ഇപ്പൊ എന്റെ കൂടെ ഈ നിൽക്കുന്ന ഞാൻ കല്യാണം കഴിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ അവർക്ക് എന്നോട് പറഞ്ഞു, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞങ്ങൾ വർഷങ്ങളായിട്ട് അമ്പലവയൽ ഗവൺമെന്റ് ഹോസ്പിറ്റല് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളെ വകയാണ് ഭക്ഷണം. ഇപ്പം അമ്മ കുറച്ച് കിടപ്പിലായതിനു ശേഷം ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പം നിന്നു. അമ്മ മരിച്ചതിന്റെ ഒരു ഇതുള്ളതിനെ കൊണ്ട് അത് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾ എത്ര രോഗികളുണ്ടെങ്കിലും ഞങ്ങൾ അവർക്കുള്ള ഭക്ഷണം അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാനും മകളോ അല്ലെങ്കിൽ ഇവരൊക്കെ ഞങ്ങൾ എത്തിക്കും. അതേപോലെ കുറഞ്ഞ സഹായങ്ങൾ അതൊന്നും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അല്ലല്ല. അങ്ങനെയല്ല, ഞാനിപ്പോ വളരെ ചുരുക്കം ആളുകളിൽ നിന്ന് ഞാൻ ഒരുപാട് ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ളൊക്കെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ എന്റെ ബ്ലോഗിലെ ഫസ്റ്റ് ആണ്.
അത് മറ്റേ ഇനി എനിക്ക് മഞ്ജുവിനോട് എന്താണ് ഈ ജയേട്ടനെ കുറിച്ച് മഞ്ജുവിന് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. എനിക്ക് പറയാനുള്ളൂ, എന്റെ അഭിപ്രായത്തില് നല്ലൊരാളാണ്, നല്ല സ്വഭാവമാണ്. ഞങ്ങൾ സന്തോഷത്തിലോട് ജീവിക്കുന്നു, അതേ പറയാനുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് വരെ അതെ അതെ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ തുടർന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. 100 മുട്ടയ്ക്ക് 1300 രൂപയാണ് ഉം. അതിന്റെ ഇപ്പോഴത്തെ വില. പിന്നെ നമ്മള് കുറച്ചും കൂടി പകുതി വളർച്ചയായ കുഞ്ഞുങ്ങളെ നമുക്ക് അവർ തരും. അത് ചാക്കി സെന്റർ ഉണ്ട്. ഞാൻ ബേഗൂരിൽ നിന്നാണ് ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരല്. നമുക്ക് സമയം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ചപ്പായി വളഞ്ഞു നിൽക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് മുട്ട വിരിപ്പിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പൊ നമുക്ക് പകുതി വളർച്ചയായ കുഞ്ഞുങ്ങളെ ചാക്കി സെന്റർ എന്നാ പറയാ, ചാക്കി സെന്ററിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാം. അതിന് 3600 രൂപ 100 DFL വരുന്നുണ്ട്. മുട്ട ആണെങ്കിൽ നമുക്ക് 1300 രൂപയെ വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ മുട്ട മാത്രമല്ല, നമുക്ക് ഇതിന്റെ പുഴുക്കളെ കുഞ്ഞുങ്ങളെയും മേടിക്കാൻ കിട്ടും അല്ലേ? കുഞ്ഞുങ്ങളെ വാങ്ങിക്കിട്ടുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യത്തെ ഈ തളിരല കൊടുക്കണ്ട, നമ്മൾ വിരിയിപ്പിക്കേണ്ട, അത്രയും ദിവസം അവര് ഈ നോക്കിക്കോളുമല്ലോ ഈ കുഞ്ഞുങ്ങളെ. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് നേരെ ഷെഡിലേക്ക് ഇട്ട് നമുക്ക് അത്രയും തീറ്റ ലാഭം, നമ്മൾ വിരിയിപ്പിക്കേണ്ട ശ്രദ്ധ അത്രയും കുറച്ച് മതി. ആദ്യ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട. അപ്പൊ നമുക്ക് ആ റിസ്ക് നമുക്ക് ഏറ്റെടുക്കണ്ട. അല്ല, സ്റ്റാർട്ടിങ് ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണം അത് എന്റെ ഭാര്യയാണ് ഇതിൻ്റെ അകത്തേക്ക് എത്താൻ കാരണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചത് വെള്ളിമാട് കുന്നലായ ഒരു അനാഥ മന്ദിരത്തിലാണ്. അപ്പൊ അവർക്ക് അവിടെ ഇതിന്റെ ക്ലാസ് കിട്ടിയിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഇത് പഠിപ്പിച്ചിരുന്നു അവരെ. അപ്പൊ ഇവിടെ വന്നപ്പം അവള് പറഞ്ഞ ഇങ്ങനെ നമുക്ക് കുറച്ച് വയലും കാര്യമൊക്കെ ഒഴിഞ്ഞെടുക്കല്ലേ, അപ്പൊ നമുക്ക് അത് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് അത് ചെയ്തത് ഞാൻ. അപ്പൊ ചേച്ചിയുടെ പേര് മഞ്ജു അല്ലേ? മോള് അഞ്ജന എത്രാം ക്ലാസ്സിലാ? +2 കഴിഞ്ഞു. മോനോ? അജി. അജി എത്രയില്ല? 8ാം ക്ലാസ്സില്. അപ്പോൾ സന്തോഷമായി കുടുംബം. അപ്പൊ ഈ പട്ടുനൂൽ ഈ കൃഷിയെ കുറിച്ച് നിങ്ങൾക്ക് 30 കൊല്ലം മുമ്പ് തന്നെ അറിയൂലേ? 16 വയസ്സ് മുതൽ അറിയുന്ന കേട്ടോ ഈ പണിയെ കുറിച്ചിട്ട്. അപ്പോൾ അതാണ് ഈ 10-15 വർഷമായിട്ട് വയനാട്ടിലെ ഈ ഒരു സ്ഥലത്ത് ഇത് ഇത്രയും നല്ല രീതിയിൽ ഇതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൻ്റെ, എന്തൊരു ബിസിനസ്സിൻ്റെ, എന്തൊരു കൃഷിയുടെയും ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലേബേഴ്സാണ്, അവിടുത്തെ പണിക്കാരാണ്. മുതലാളി മാത്രം നന്നായാൽ പോരാ, പണിക്കാരും നന്നാവണം.